Tell me you're chill, then you see the road, I'm out to myself. രാവിലെ എഴുന്നേറ്റിങ്ങനെ പലക്കെ തേച്ചിട്ട് കഴിക്കാം. ഇത് മറ്റേ പ്രൊമോഷൻ കഴിയുന്നു. എൻ്റെ ഫ്രിഡ്ജ് കണ്ട ഞെട്ടരുത്, അത് ക്ലീനിക്കുക. ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഒരു ചെറിയ ഈ വ്ളോഗൊക്കെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് കരുതി. ഇന്നൊരു ഡ്യൂട്ടി ഉള്ള ദിവസമാണ്. രാവിലെ എഴുന്നേറ്റിങ്ങനെ പലക്കെ തേച്ചിട്ട് നിൽക്കുകയാണ്. ഇന്നത്തെ ദിവസം എങ്ങനെ പോകുന്നത് നോക്കാം. രാവിലത്തെ ബേർഡ്സിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്, രസമല്ലേ? ഇത് ഞാൻ ബ്രേക്കിന് കഴിക്കാനെടുത്ത ഫ്രൂട്ട്സാണ്. അപ്പോൾ ഞാനിപ്പോൾ ഡയറ്റിലായതുകൊണ്ട് ഈവനിങ് ഒന്നും ഫ്രൂട്ട്സ് കഴിക്കാറില്ല. മോർണിംഗോ അല്ലെങ്കിൽ ഈവനിങ് മാത്രമേ കഴിക്കാറുള്ളൂ. അപ്പോൾ ഇതാണ് എൻ്റെ സ്നാക്സ് ഇന്നത്തെ. രാവിലെ ഞാൻ അവക്കാഡോ ടോസ്റ്റാണ് എടുക്കാൻ പോകുന്നത്. ഈ ബട്ടർ ഉണ്ടോ, ഈ ബട്ടർ എനിക്ക് ഇഷ്ടമല്ല, പക്ഷേ ഇത് സ്റ്റേജ് എപ്പോഴോ പോയപ്പോൾ കടയിൽ നിന്ന് വാങ്ങിയതാണ്. പൈസ കൊടുത്ത് വാങ്ങിയതായതുകൊണ്ട് കളയണ്ടായാലോ എന്ന് ഇതിട്ട് ഉപയോഗിക്കുകയാണ്. കണ്ടോ, ഇതൊരുമാതിരി യെല്ലോ കളറിൽ, ഇത് മറ്റേ സ്പ്രെഡറാണെന്ന് തോന്നുന്നു. ഒരു അവക്കാഡോ പഴുത്തത് നിങ്ങൾക്കറിയായിരിക്കും, എങ്കിലും ഞാൻ ഉണ്ടാക്കുന്നത് പറഞ്ഞ് കാണിക്കുന്നതേ ഉള്ളൂ. കുറച്ചുപ്പ്, കുറച്ച് പെപ്പർ, കുറച്ച് ഒലിവ് ഓയിൽ ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിച്ചാൽ മതി. കുറച്ച് എന്നിട്ട് നന്നായിട്ട് കുറയ്ക്കും. ഇതിൽ ഞാൻ ഇടയ്ക്ക് സവോള ഇടും കേട്ടോ, പക്ഷേ എനിക്ക് ഇന്ന് സമയമില്ലാത്തത് കാരണം സവാള ഞാൻ സ്കിപ്പ് ചെയ്തു. രാവിലെ കാപ്പിയൊന്നും കുടിക്കാറില്ല, എംപ്റ്റി സ്റ്റൊമക്കില്ല, ജസ്റ്റ് വാട്ടർ മാത്രം കുടിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് അങ്ങനെയാണ് ഡ്യൂട്ടിക്ക് പോകുന്നത്. പിന്നെ ഒരു 11 o'clock ആകുമ്പോൾ ഒരു സ്നാക്സ് എന്തെങ്കിലും, അത് ചിലപ്പം മെയിനായിട്ടും ഫ്രൂട്ട്സാണ്. അങ്ങനെ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഭയങ്കര ഹെൽത്തിയാണ്. കുറേ നേരത്തേക്ക് വിശക്കത്തില്ല നമുക്ക്. അപ്പം നിങ്ങൾ പെട്ടെന്നൊക്കെ
എടുത്ത് പിടിച്ച്, അല്ലെങ്കിൽ രാവിലെയൊക്കെ ഡ്യൂട്ടിക്ക് പോകുന്നവരാണെങ്കിൽ ഇത് മസ്റ്റ് ട്രൈ ആണ്. പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം, ഒത്തിരി നേരം വിശക്കാതിരിക്കുകയും ചെയ്യും. അപ്പം ഇനി റെഡിയാവും. അപ്പം റെഡിയായിട്ട് കാണാം. അപ്പോൾ ഡ്രസ്സ് ഇട്ടു, ഇനി വേഗം മുടിയും കെട്ടി ക്രീമും പുരട്ടി ലിപ്സ്റ്റിക്ക് ഇടാറേ ഉള്ളൂ, വേറെ പരിപാടിയൊന്നുമില്ല. അപ്പം അത് ചെയ്യാൻ ഇനി ഒരു പ്രൊഡക്റ്റ് ഇതെങ്ങനെയാണ് കാണിക്കുന്നത്? ഇനി വിളിച്ചിട്ട് ഓക്കെ, ഇത് മറ്റേ വാക്സാണ്. ഈ ചെറിയ മുടിയൊക്കെ ഒന്ന് ഇതാക്കാൻ വേണ്ടി. എൻ്റെ ചെറിയൊരു ചീപ്പൊന്നും കാണുന്നില്ല, ഇപ്പോൾ തൽക്കാലം ഇത് വെച്ച് അടുത്ത പ്രോഡക്റ്റ്. ഇത് മറ്റേ പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല കേട്ടോ, ചുമ്മാ ഞാൻ കാണിക്കുന്നുള്ളൂ. ഇങ്ങനെ നോർത്ത് ആൻഡ് കീയുടെ 50% ഒരു സൺസ്ക്രീൻ, പക്ഷേ ഇത് ടിൻറ്റഡ് ആണ്. ഇപ്പോൾ കുറച്ച് മുഖത്തൊരു മേക്കപ്പ് ഇട്ട് ഫീലിംഗ് തോന്നും. ചുമ്മാ ഇത് ഇങ്ങനെ വരട്ടാണല്ലേ, കയ്യെ മൊത്തം മറ്റേ കളറാവും. ഇതെന്ന് മാത്രമല്ല, നമ്മൾ എന്ത് ക്രീം അപ്ലൈ ചെയ്യാതെ ഡയറക്റ്റ് ഫേസിലോട്ട് അപ്ലൈ ആവും. അല്ലെങ്കിൽ നമ്മുടെ കൈ ഭയങ്കര ഡ്രൈ ആയതുകൊണ്ട് ആ ക്രീം ഫുള്ള് നമ്മുടെ കൈ അങ്ങ് അബ്സോർബ് ചെയ്യും, കൈയുടെ വെള്ളം. പിന്നെ മുഖത്ത് പെട്ടാൻ നേരം ഒന്നും കാണില്ല. അപ്പോൾ ഇങ്ങനെ പരട്ടിയാൽ നല്ലതായിരിക്കും. അയ്യോ, ഇച്ചിരി കൂടുതലാണ്. അയ്യോ, കുറച്ച് കഴുത്തിലിട്ടേക്കാം. അല്ലെങ്കിൽ ഇങ്ങനെയാണ് വൃത്തി വെച്ച് ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ പഠിക്കരുത്. നല്ല വ്യത്യാസമുണ്ട്. ഞാനെൻ്റെ ഈ സൺസ്ക്രീൻ മാറ്റാൻ നോക്കണം, കാരണം എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഭയങ്കര ഒരു വെള്ള പൂശുപോലെ തോന്നിക്കുന്നില്ലേ, അതുകൊണ്ട് ഞാൻ മാറ്റണമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കണം. എനിവേ ഓക്കെ, സെറ്റായി. ഞാൻ അറിയുന്നില്ല. ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന ലിപ്സ്റ്റിക്. ഇതിൻ്റെ ഷെയ്ഡ് ഏതാണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ദാറ്റ്സ് എ ട്രാപ്പ്. കളാം. പിന്നെ ഇതിൻ്റെ കൂടുതൽ മേലെ വേറൊരു കളറൂടെ ഞാൻ ഇതോടെ മിക്സ് ചെയ്യും. അപ്പോൾ ഉണ്ടോ, വേറെ കളറാവും. പിന്നെ ചെറുതായിട്ടൊന്ന് കണ്ണും കൂടി ചെയ്തേക്കാം, ഒരു വൃത്തിക്ക്. രാവിലെ കുളിയും ചുമൊന്നും പറ്റത്തില്ലല്ലോ, അപ്പോൾ നമ്മൾ വൃത്തിയായിട്ട് വേണ്ടി പോവാൻ. പേഷ്യൻസ് റിലേറ്റീവ്സൊക്കെ വരുമ്പോൾ നമ്മൾ ഉറങ്ങിത്തങ്ങി നിന്ന് കഴിഞ്ഞാൽ അവരെന്ത് വിചാരിക്കും? അതുകൊണ്ട് മാത്രം, അല്ലെങ്കിൽ ഞാൻ മേക്കപ്പ് ചെയ്യാറില്ല. എൻ്റെ ഒരു കൂട്ടുകാരി നഴ്സിംഗ് പഠിച്ചപ്പം അവളാണ് എനിക്ക് ഇവിടെ എഴുതുന്നത് പറഞ്ഞു തന്നത്. എനിക്കറിഞ്ഞൂടെ ഇവിടെ എഴുതുന്നത്. അവളുടെ പേര് വർഷ, മറ്റേ നമ്മുടെ സീരിയലിലെ വർഷ. അതല്ല കേട്ടോ, അത്രേ ഉള്ളൂ. ഇനി ഇത് ഡിയോഡ്രൻറ്റ്, ഒരു നമ്മുടെ ഓയിലില്ലേ കയ്യിലിങ്ങനെ പെട്ടെന്ന്, അതാകുമ്പോൾ കുറേ നേരം ലാസ്റ്റ് ചെയ്തോളൂ. അപ്പം അതും കഴിഞ്ഞു.
ഇത്ര കഴിഞ്ഞു. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. ഞാൻ പ്രാർത്ഥിക്കുന്ന സമയമായി. ഇതാ കീ എടുത്തു, പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങാം നമുക്ക്. അവൻ യഹോവ ഭക്തന്മാരെ ചെറിയവരെയും വലിയവരെയും അനുഗ്രഹിക്കും. അവൻ യഹോവ ഭക്തന്മാരെ ചെറിയവരെയും വലിയവരെയും അനുഗ്രഹിക്കും. യഹോവ അപ്പം റെഡിയായി. ബാക്കി കാണിക്കാൻ പറ്റുമോ? കാണിക്കാൻ ഓൾറെഡി സമയമായി. എൻ്റെ ഫ്രിഡ്ജ് കണ്ട ഞെട്ടരുത്, അത് ക്ലീൻ അല്ല, അടിക്ക് പറക്കി വെക്കാനുണ്ട്. അതുകൊണ്ട് ഞെട്ടണ്ട. ഞാൻ ഓൾറെഡി പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് ജസ്റ്റ് ഇനി ബാഗിലോട്ട് എടുത്ത് വെച്ചാൽ മതി. സോക്സ് ഇട്ടില്ല. പലരുടെയും വീഡിയോ കാണുമ്പോൾ ഞാൻ വിചാരിക്കും എന്ത് ഈസി ആയിരിക്കും ഇവർക്കൊക്കെ എടുക്കാൻ. പക്ഷെ അല്ല കേട്ടോ, നമ്മുടെ എക്സ്ട്രാ ടൈമാണ് കൺസ്യൂം ആവുന്നത്. അപ്പം ആയിട്ട് ചെയ്യാനൊക്കത്തില്ല ഒന്നും. അതുകൊണ്ട് ഞാൻ അവരെയൊക്കെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു. എന്ത് ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പം ഷൂ ഒക്കെ ഇട്ടു. സ്കൂൾ കുട്ടികളെ നിൽക്കുന്ന പോലെ ഷൂ ഒക്കെ. ചെറിയൊരു തണുപ്പുള്ളതുകൊണ്ട് കാർഡിഗൻ ഇട്ടിക്കാം. പക്ഷെ ഞാൻ ഓൺ ടൈമാണ് ഓടി. പറ്റുവാണെങ്കിൽ ഞാൻ ഈ വാഷിംഗ് മെഷീനിലൊക്കെ തുണിയും കൂടെ ഡ്രയറിലിട്ടിട്ട് പോകും. അതാകുമ്പോൾ അവന് അത്രയും ബുദ്ധിമുട്ടുണ്ടായില്ല. ബ്ലോഗ് എടുക്കുക. എന്താ കരയാതെ എന്താ പറ്റി? ഹാഫ് ഡേ അമ്മയ്ക്ക് വെച്ചാണ്. ഇനി അവധി ഉള്ളപ്പോൾ നമുക്കൊരു ദിവസം അച്ഛമ്മ വന്ന് കുഞ്ഞിനെ വിളിക്കാതെ. കരയല്ലേ, ഗുഡ് ബോയ് അല്ലേ. അമ്മയ്ക്ക് ഡ്യൂട്ടിക്ക് പോകണം. ചിലപ്പോൾ ഈ പല്ലക്കത്തേക്ക് ചില ദിവസം ഉള്ളതാണ്. കുറച്ച് കഴിയുമ്പോൾ സെറ്റാവും. പക്ഷെ അറിയില്ല എന്തായാലും ഇങ്ങനെയൊന്നും. തുണി കഴിഞ്ഞു. അത് തുണിയും കൂടെ ഇട്ട് ഡ്രൈ ആക്കാൻ ഇട്ടിട്ട് ഞാൻ പോകുന്നുള്ളൂ. ഇടം കളറൊക്കെ അടിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഇടനൊക്കെ ആയി അല്ലേ ഇടാ? സാരല്ല, ഫ്രൈഡേ ഇപ്പൊ പെട്ടെന്നാവും മുത്തേ. എന്ത് ചെയ്യണം മുത്തേ? സ്കൂളിൽ പോയിട്ട് എഴുതണോ? പിന്നെ എഴുതാനല്ലാതെ പിന്നെ എങ്ങനെ നമ്മൾ പഠിക്കുന്നേ? അമ്മ ദേ എപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുക. ആ കുഞ്ഞ് കളർ അടിക്കാം. അങ്ങനെ വൈകുന്നേരം വീട്ടിലെത്തി. ചിങ്ക ചിങ്ക ഒന്നും ഉണ്ടാക്കിയിട്ടില്ല.
എന്നെ കൊണ്ട് പിസ്സ ഓർഡർ ചെയ്യിപ്പിച്ചു. വിശന്നിട്ട് പണ്ടാരടങ്ങുമെന്നൊക്കെ പറഞ്ഞില്ലേ, ആ ഒരവസ്ഥ. അങ്ങനെ അപ്പം ഇനി പിസ്സ വെയിറ്റ് ചെയ്യുവാണ്. അപ്പോഴത്തേക്ക് ഞാൻ പോയി ഫ്രഷ് ആയിട്ട് വരാം. ബൈ. അങ്ങനെ എയർ ഫ്രൈനകത്ത് നോക്കിയപ്പോൾ ഒരു സാധനം കിട്ടി. വിശന്നിട്ട് വഴി ഞാനത് കഴിക്കാൻ പോവാം. പിസ്സ വരുന്നത് വരെ ഒന്നും എനിക്ക് വെയിറ്റ് ചെയ്യാൻ വയ്യ. അങ്ങനെ പിസ്സ വന്നേ, പിസ്സ വന്നേ, പിസ്സ വന്നേ. തുടല് പിസ്സ പിസ്സ ഇഷ്ടപ്പെട്ടോ? അയ്യോ ഇതെന്ത് ഇഹാൻ ആദ്യമായിട്ടല്ലേ പിസ്സ കഴിക്കുന്നത്? ഇല്ലെന്ന് തോന്നുന്നു. എന്നായിടാ, നിങ്ങൾ വിചാരിക്കും ഞാൻ ഡയറ്റാന്ന് വന്നിട്ട് പിസ്സ കഴിക്കുന്നതെന്ന്. പക്ഷെ ജോലി കഴിഞ്ഞിട്ട് വന്നിട്ട് ഫുഡ് ഉണ്ടാക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം ഇതിനകത്ത് ഇതുണ്ട്, ടൊമാറ്റോ ഉണ്ട്, ചിക്കൻ ഉണ്ട്, ചീസ് ഉണ്ട്. അതൊക്കെ ഹെൽത്തിയാണ്. അതിൽ നമ്മൾ ഡയറ്റ് അത് ഡയറ്റിലാക്കാം. അപ്പം പകുതി ഡയറ്റ് ഇറ്റ്സ് ഓക്കെ. ഒരു വൺസ് ഇൻ എ വൈൽ ഇറ്റ്സ് ഓക്കെ. അപ്പൊ ഞാൻ കഴിക്കട്ടെ, വിശന്നിട്ടോ. പിസ്സ പിസ്സ യമ്മി യമ്മി പിസ്സ. ചിക്കനെ ഇഹനെ കഴിച്ചേ, കഴിച്ചേ, കഴിക്ക്. നീ കളിക്കുന്ന. അപ്പൊ ഞങ്ങൾ കഴിക്കട്ടെ. ബൈ, സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. അതിനി എന്നാണെന്ന് അറിയില്ല. ഈ വീഡിയോ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ബൈ.